കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. ബേഡൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇവിടുത്തെ ഒരു മാധ്യമം കൊടുത്ത ഹെഡിങ് ആണ് കേട്ടോ. വേടൻ്റെ കുപ്പായം കഞ്ചാവ് തുന്നിയിട്ടതാക്കാനും അർഹിക്കാത്ത കുപ്പായമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്തോരം കഞ്ചാവ് കേസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് കേസ് നടന്നു. അത് വലിയ വലിയ കേസുകളുണ്ട്. വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലൊക്കെ ഈ സാധനം പിടികൂടുകയും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഒത്തിരി കേസുകൾ നടന്നു. അതിനൊന്നും ഇല്ലാത്തൊരു ഇമ്പോർട്ടൻസ് വേടൻ്റെ കേസിനുണ്ട്. പ്രത്യേകിച്ചും ചിലർക്കുണ്ട്. ചില വിഷജന്തുക്കളുണ്ടല്ലോ കേരളത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രാധാന്യമുള്ള ആൾക്കാർ, അവർക്ക് ഇതിനകത്ത് വളരെയേറെ അസ്വസ്ഥതയുണ്ട്. വേടൻ്റെ വാക്കുകൾ, വേടൻ പറയുന്ന കാര്യങ്ങൾ, വേടൻ്റെ വരികൾ അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരതങ്ങ് ആഘോഷിച്ചു. ഇവനെ കണ്ടാൽ കഞ്ചാവാണെന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നേരത്തെ തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമാണെന്നുള്ള രീതിയിലുള്ള കുറേ പോസ്റ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് വകുപ്പുകൾ പുള്ളിയുടെ തലേ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഢാലോചന, പുള്ളിയുടെ കഴുത്തെ പുലിനഖം, പുള്ളി വേട്ടയാടിയതാണോ, പുള്ളിയുടെ ഫ്ലാറ്റിൽ പൈസ ഉണ്ടായിരുന്നു, വലിയ വലിയ കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് 2 സംവിധായകരെ പിടിച്ചായിരുന്നു. അവരെയൊക്കെ വെറുതെ വിട്ടു കേട്ടോ. അവരുടെ പേരിൽ ഇത്ര വലിയ ആരോപണങ്ങൾ, ഇത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായില്ല. അവർ സിനിമാക്കാരാണ്, സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരുണ്ടാക്കിയ സിനിമ മോശമെന്ന് ഞാൻ പറയുന്നില്ല, നല്ല സിനിമയായിരുന്നു, തമാശയൊക്കെ നല്ല സിനിമ തന്നെയായിരുന്നു. പക്ഷെ അതിനൊന്നും ഇല്ലാത്തൊരു ഇമ്പോർട്ടൻസ് വേടൻ്റെ കേസിലുണ്ട്. അതുണ്ടാവും. അതിനെന്ന് വെച്ചാൽ വേടൻ ഒരു പരിധിക്കുള്ളിൽ വളരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലരും. അതിന് പല പല കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് എന്നതാണ്. വേടൻ പറയുന്ന സബ്ജക്റ്റ്, പിന്നെ വേടൻ്റെ ഒരു സിറ്റുവേഷൻ, വേടൻ്റെ വാക്കുകൾ, വേടൻ്റെ കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇനി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യുവാക്കളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരാളാണ് വേടൻ എന്നുള്ള കാര്യം ഒരു സത്യമാണ്. അത് ഇനി അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇത്ര എടുത്തിട്ട് ഇതിനെ ഇട്ട് അലക്കുന്നതുകൊണ്ട് ആ ഇൻഫ്ലുവൻസ് കൂടത്തേ ഉള്ളൂ. ഇപ്പോൾ കഞ്ചാവ് വലിച്ച പ്രശ്നം കൊണ്ട്, കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് കഞ്ചാവ് വലിച്ചുകൊണ്ട് മാത്രം കുടുംബാലഹം ഉണ്ടായായിട്ടോ, ഡിവോഴ്സ് നടന്നതായിട്ടോ, ഭാര്യയെ കൊലപ്പെടുത്തിയതായിട്ടോ, കുഞ്ഞു പിള്ളേരെ പീഡിപ്പിച്ചതായിട്ടോ, അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായിട്ടോ ഒരു കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്നേ വരെ. അങ്ങനെ ഒരു കാര്യമില്ല. അത് ഇൻറ്റൻഷനലി മറ്റു പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ മദ്യം കഴിച്ചിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ പറയട്ടെ, കഞ്ചാവ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കലാകാരന്മാർ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ നോർമലൈസ് ചെയ്യുകയല്ല, പക്ഷെ അവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോകപ്രശസ്ത ബാൻഡ് ഉണ്ടായിരുന്നു പിങ്ക് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട്, അവർ ഈ സാധനം എല്ലാം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ അവർ ചെയ്യേണ്ട പണി അവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മ്യൂസിക് അതാണ്. ഇതിനകത്ത് ഇപ്പോൾ കിടന്നുകൊണ്ട്, ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഈ ഒത്തിരി അങ്ങ് വിഷമിക്കുന്ന കുറേമാരുണ്ട്. അവന്മാരെന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യം കേൾക്കുന്നവർക്ക് അറിയാമല്ലോ. അവരുടെ ഒരു പ്രസ്താവന, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ അവരുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഏത് തരത്തിലുള്ളതാണ്. അവനൊക്കെ പറയുന്ന കുറേ വർത്തമാനങ്ങളുണ്ടല്ലോ ഇവിടുത്തെ. എപ്പോഴും മതവും രാഷ്ട്രീയവും തമ്പുരാനിസം തമ്പുരാൻ എന്ന് പറയുന്നത് വേടൻ നിഷേധിക്കുന്നതുകൊണ്ടായിരിക്കും അത് ഒട്ടും പിടിക്കാത്തത്. ഞാൻ തമ്പുരാനാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ് ഒട്ടും പിടിക്കാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്ന കുറേ പ്രസ്താവനകളും അവരുടെ ഒരു അജണ്ടയും ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇപ്പം വേടനിപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പാട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ വരികൾ എഴുതിയത്, അല്ലെങ്കിൽ പാടിയത്, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ നിന്നെക്കാട്ടിലൊക്കെ ഭേദം പുള്ളി തന്നെയാണ്. അപ്പോൾ ഈ സാധനം നല്ല സാധനമാണെന്നൊരു ഇമേജ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാവും കേട്ടോ. ഒന്നുമല്ലെങ്കിലും ഇത് വലിച്ചിട്ടാണ് പുള്ളി ഇത് മൊത്തം ചെയ്തതെങ്കിൽ പുള്ളിക്ക് ഒരു കുറച്ചുകൂടി മാനുഷിക മൂല്യത്തോടെ ചിന്തിക്കാനൊക്കെ പുള്ളി പറ്റുന്നുണ്ട്. നിനക്കൊക്കെ ഇതൊന്നും ഇല്ലാതെ പച്ചക്കിരുന്നിട്ട് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ നീയൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നക്കാരെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിന് നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് എന്ത് വിചാരിക്കും, വേടൻ ഇത് അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഉപയോഗിച്ചത്, അതുകൊണ്ട് പുള്ളി ചെയ്ത സാധനമൊക്കെ നല്ലതാണ്. ഇപ്പോൾ പിങ്ക് ഫ്ലോയിഡ് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ ചെയ്തു വെച്ച മ്യൂസിക് നല്ലതാണ്, അവർ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ചിലപ്പോഴേ ഈ സാധനം ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആകാൻ പറ്റുമെന്നുള്ളൊരു സാധനം ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വിടും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് ചെയ്യുന്നത്. ഇവിടെ കൊലപാതക കുറ്റം ചെയ്ത ഒരാളെ പോലും ഇതേപോലെ ഡീൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പോലും ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. മീഡിയ കിടന്ന് അലക്കിയാണ്. ഏട്ടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവ് കിട്ടി. 7 ഗ്രാം ഭയങ്കര ക്വാണ്ടിറ്റി ആണല്ലോ 7 ഗ്രാം പറയുന്നത്. അന്നപ്പോഴത്തേക്കും അത് പറയാൻ വേണ്ടി ഒരു റിപ്പോർട്ടർ പറഞ്ഞു തീർക്കും. പിന്നെ ഇത് ന്യൂസ് വായിക്കുന്നതിൻ്റെ അഭിപ്രായം 2 മണിക്കൂർ അത് വേറെ, പിന്നെ നാട്ടുകാരുടെ അഭിപ്രായം, പിന്നെ അത് പിടിച്ചവൻ വലിയ ഹീറോ ഉണ്ട് അവൻ്റെ അഭിപ്രായം അത് വേറെ. ഇതിങ്ങനെ ഇട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് മാത്രം പറയാൻ മാത്രമൊന്നുമില്ല. ഈ കാര്യത്തെപ്പറ്റി അതിന് മാത്രം സംസാരിക്കാനുള്ള കാര്യമില്ല.
ന്യൂസ് ആക്കണമെങ്കിൽ ന്യൂസ് ആക്കുക, എന്നിട്ട് അതിനെ ഉപേക്ഷിച്ച് കളയാതേ ഉള്ളൂ. വേറെ വേറെ ഒരു കേസിനും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കണ്ടിട്ടില്ല, വേറെ ഒരു കാര്യത്തിനും. അതിപ്പോൾ അയാളെ ഇപ്പോൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അയാളുടെ കരിയർ തകർക്കുക, അയാൾ ഇനി ചെയ്യരുതൊന്നും. ഏതാണ് കഞ്ചാവ് വലിക്കുന്ന കാര്യമല്ല. അയാൾ ഇനി പാട്ട് പാടരുത്, അയാൾ ഇനി എഴുതരുത്, അയാൾ ഇനി റാപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിലോട്ട് ആക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് റാപ്പർമാരുണ്ട്. ഇപ്പം ഇവരൊക്കെ ഉണ്ട്, പിന്നെ ബേബി ജീനോ അവനുണ്ട്, മറ്റേ മലബാറ അവനുണ്ട്, അങ്ങനെ കുറേ കുതിരകളുണ്ട്. അവരെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേടൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. പുള്ളിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, കാരണം പുള്ളി ഇൻഫ്ലുവൻസബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പുള്ളിക്ക് പറയാൻ കാര്യങ്ങളുണ്ട്, സംസാരിക്കാൻ വാക്കുകളുണ്ട്, എഴുതാൻ വരികളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ളത് മേ ബി ഇവരുടെ അജണ്ട ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവർ ഇത്രത്തോളം കാണാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് പുള്ളി പറയാറുണ്ടല്ലോ, ഞാൻ എഴുതുന്ന വരികൾ പലതും എനിക്ക് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പുള്ളി അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നമുണ്ട്. അതിനെപ്പറ്റിയാണ് പുള്ളി എഴുതുന്നത്. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ ഇതിനകത്തുണ്ട്, ഇതിനകത്തത് തീർച്ചയായിട്ടും ഉണ്ട്.